ഊബറൊക്കെ ഓണാക്കിയത് വീട്ടിലാണ്. ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂർ അങ്ങനെ ആയിട്ടുണ്ടാവും ഊബർ ഓണാക്കിയിട്ട്. അപ്പോൾ വലിയ രക്ഷയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇവിടെ നിന്നിട്ട്. ഇപ്പം എന്തായാലും പതുക്കെ നീങ്ങി നോക്കാം. മച്ചാന്മാരെ നമ്മൾ പതുക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചാലക്കുടിയിൽ അങ്ങനെ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്നൊന്നും യാതൊരു കാര്യമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ ദിവസം ഇവിടെ ഹർത്താലും കൂടിയാണ് കേട്ടോ. വെച്ചാൽ അതിരപ്പള്ളി പഞ്ചായത്തിൽ ഹർത്താലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകാരൊന്നും ഉണ്ടാവില്ല. ഇത് ഡ്രീം വേൾഡ് പാർക്ക്. അപ്പോൾ നമ്മൾ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലുത് അടിക്കുകയാണെങ്കിൽ എടുക്കാം. പിന്നെ എനിക്ക് തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഇന്ന് തന്നെ പോകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചാലക്കുടിയിൽ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോവാം. ഡയറക്ഷനൊന്നും ഇടണില്ല, ഡയറക്ഷൻ ഇടാണ്ടാണ് പോണത്. അപ്പോൾ ഏതെങ്കിലും കിട്ടാച്ച് കഴിഞ്ഞാൽ കിട്ടട്ടെ. അപ്പോൾ ചാലക്കുടി എത്തിയിട്ട് നോക്കാം. നമ്മളിപ്പോൾ കോട്ട ഒരു ഭാഗത്തേക്ക് എത്തി. തൃശ്ശൂർ പോകാനുള്ള പ്ലാനിങ്ങിനായിരുന്നു. അപ്പോൾ കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ ആലുവയ്ക്ക് ഒരു ഓട്ടോ അടിച്ചിട്ടുണ്ട്. 513 ആ റേഞ്ചാണ്. എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക. കസ്റ്റമർ ഒരു 4 കിലോമീറ്റർ അപ്പുറത്തേക്കാണ്, 36 കിലോമീറ്റർ അങ്ങോട്ട് ടോട്ടൽ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കസ്റ്റമർ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി നോക്കാം. അപ്പം മച്ചാന്മാരെ നമ്മളിപ്പോൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്ത് ആലുവയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം 45 കിലോമീറ്ററോളം ഓടിയിട്ടോ. 36 കിലോമീറ്റർ ആയിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലക്കുടി, ചെറങ്ങര, കൊരട്ടി 3-4 സ്ഥലത്ത് പാലം പണി നടക്കുന്നത് കൊണ്ട് കുറേ സ്ഥലം കറങ്ങി വരേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ടൈം എടുത്തു. പൈസ പ്രത്യേകിച്ച് കൂടുതലൊന്നും ഊബർ തന്നില്ല. ചില സമയത്തൊക്കെ കൂടുതൽ തരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, കൂടുതൽ തന്നില്ല. 1.25 മണിക്കൂർ എടുത്തു കേട്ടോ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ. ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് വല്ലതും അടിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം. ശരി കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 1 മണിക്കൂറോളമായി. പാട്ടുപാടി വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കുക എന്നല്ലാണ്ട് ഒരു മാച്ച് ട്രിപ്പ് പോലും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. വലിയ രക്ഷയുണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും മൂടുണ്ടായിരുന്നില്ല, ഹോട്ടലില്ലാത്ത കാരണം. അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ട്രിപ്പൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ എത്ര രൂപയ്ക്ക് ഓടി എന്നുള്ളത് കാണിക്കാം കേട്ടോ. 49 രൂപ കട്ടായി പോയിട്ടാണ് മറ്റേ ഒരു ദിവസത്തെ ഓടിയുള്ള പൈസ. അങ്ങനെ ഇന്നലെ 1445 രൂപയ്ക്കാണ് നമ്മൾ ആകെ ഓടി. 10 മണിക്കൂറും 2 മിനിറ്റും ഓൺലൈനിൽ കിടന്നു. 4 ട്രിപ്പാണ് ആകെ ഓടിയത്. അതിൽ ഫസ്റ്റ് നമ്മൾ 494 രൂപയ്ക്ക് ഓടിയത് ഫസ്റ്റ് പേരാമ്പ്രയിൽ നിന്ന് ആലുവയ്ക്ക് എടുത്തു. പിന്നെ ആലുവയിൽ വെറുതെ കുറേ നേരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലാണ് അങ്കമാലിയിൽ നിന്ന് പറവൂർ റോഡിലേക്ക് അടിച്ചത് 228 രൂപ. അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു കസ്റ്റമർ ക്യാൻസൽ ചെയ്തു ട്രിപ്പ്. അത് കഴിഞ്ഞ് അങ്കമാലിക്ക് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിയിൽ 128 രൂപയ്ക്ക് എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് അടിച്ചു. എയർപോർട്ട് എത്തിയ വഴി സ്പോട്ട് അടിച്ചു കേട്ടോ, അമൃത ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക്. അത് എത്ര 592 രൂപയോളം ഫെയർ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നലെ മൊത്തം എത്ര രൂപ കിട്ടിയെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പോരണ വഴിയിൽ റാപ്പിഡിൽ ഒരു അടികൂടി കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി പിന്നെ പോകാൻ നേരം ഉണ്ടാവില്ല, 12 മണിയോളമായി. അപ്പോൾ ഇന്നലെ നമ്മൾ ആകെ ഓടിയത് 1445 രൂപ. പിന്നെ നമ്മൾ ഒരു 633 രൂപയ്ക്ക് CNG അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൈസ കുറച്ചു. പിന്നെ അതേപോലെ തന്നെ 49 രൂപ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. അതേപോലെ 120 രൂപയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇന്നലെ ആകെ ബാലൻസ് എന്ന് പറയുന്നത് 643 രൂപയാണ് കേട്ടോ. 10 മണിക്കൂറും 4 മിനിറ്റും ഓൺലൈനിൽ കിടന്നിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.